ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ച ഡേറ്റ് ഒക്കെ അപ്പൊ ഇനി ആര് വരും? ഇപ്പൊ നിങ്ങളുടെ ദാരിദ്ര്യമൊക്കെ തീർന്നിരിക്കുകയാണോ? ജീവിതമൊക്കെ സുഖമാണോ? നല്ല പാർട്ടി ഭരിച്ചാലേ നമ്മളെ പോലുള്ള ഈ പാവങ്ങൾക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളെ പോലുള്ള പാവങ്ങളാണ് കഷ്ടത്തിലാവുന്നത്. കഷ്ടം എന്ന് പറഞ്ഞാൽ തീ ഉണ്ട വെയിലത്ത് നമ്മളിതാ കിടന്ന് മരിക്കുന്നത്. എനിക്കെന്തോ അയാളുടെ അഭിനയൊന്നും തീരെ ഇഷ്ടമല്ല. പിന്നെ ആരുടെ അഭിനയം ഇഷ്ടം? എനിക്ക് ആരെ ഇഷ്ടമല്ല. പക്ഷെ ദാരിദ്ര്യം എല്ലാം തീർന്നെന്നാ പറഞ്ഞ്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലെന്നാ പറയുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഇതുവരെ മാറിയില്ലേ? നമുക്കുള്ള ബുദ്ധിമുട്ടൊന്നും മാറി നമുക്ക് അങ്ങനെ പോന്ന യാത് പറയാൻ നല്ല ആര് ഭരിച്ചാലും നല്ല പാർട്ടി ആയിരിക്കണം. എന്തൊക്കെയായി പറയുന്നത്? അഭിനയം ഒരു കലയല്ലേ? അഭിനയം ഒരു കൊലയാണ്. മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും തുടരണ്ട. ഇനി ഒരിക്കലും അത് വരാൻ പാടില്ല. തുടർച്ചയായ ഭരണം വേണ്ടേ വേണ്ട. ഈ ഭരണം നമുക്ക് സഹിക്കാൻ കഴിയണില്ല. ഓഹോ, അങ്ങനെയാണല്ലേ. എന്നാലും ഇത് കുറച്ച് കടുപ്പമായി പോയി. പിന്നെ പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. പിന്നെ വീണ്ടും വീണ്ടും പിന്നെ ഈ അധികാരത്തിൽ കൂടുതൽ ഇരുന്ന അതൊരു എന്തോന്ന് ഒരു വല്ലാത്തൊരു അതെ എന്റേതാണ് എല്ലാം ഞാനാണ് പിടിച്ചത് എന്നുള്ള അഹങ്കാരം നോക്കുമ്പം സമൂഹം ആകെപ്പാടെ അതമ്പതിക്കുന്നു. അതുകൊണ്ട് എന്തായാലും ഒരു ഭരണമാറ്റം നമുക്ക് ആവശ്യമാണ്. തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. നമുക്ക് താല്പര്യമില്ല. കാരണം അത്ര നല്ല ഭരണമാണ് കാണിക്കുന്നത്. കാരണം നമുക്ക് കഴിവോ നമുക്ക് ഒരു ഭരണം ഒരു കുഴപ്പമില്ല. പരിഭരണം മോശമാണ്, വളരെ മോശമാണ്. അതാണ് റോഡ് കിടങ്ങാണ്ട് വേണ്ട. പിന്നെ എത്ര എണ്ണം ഉണ്ണി ചതി ചതി അല്ല ജയ വിധിയാ. ഈ ഭരണം മാറ്റം വരണം. മാറ്റം ഉണ്ടാവണം. ഈ ഭരണം പോരാ. കേസ് കടന്നും തെളിയുന്നില്ല. CPM കേസ് കടന്നും തെളിയുന്നില്ല. അവരുടെ പാർട്ടി സഹാക്കളുടെ പേരുടെ കേസ് എടുക്കുന്നില്ല. മറ്റുള്ളവരുടെ പേരുള്ള കേസുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നോ? പിണറായി വരണം തന്നെ നമ്മൾ തീരുമാനിക്കുന്നു. കാരണം കയ്യിൽ ശരിയല്ല. ഓ, ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവുമില്ല. ചുമ്മാതല്ല ഗതി പിടിക്കാത്തത്. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തനാണോ? ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്? മൊത്തത്തിൽ ബുദ്ധിമുട്ടുണ്ട് ഏത് രീതിയിൽ നോക്കിയാലും. പക്ഷെ ഇവിടെ അതിദാരിദ്ര്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടോ? ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട്. എന്റെ ഫസ്റ്റ് വർക്ക് ചിറകുടിഞ്ഞ കിനാവുകൾ. ഒരു കോപ്പി തരട്ടെ? അയ്യേ, വേണ്ട. എല്ലാത്തിനും കൂട്ടി, കറണ്ട് ബില്ല് കൂട്ടി, വെള്ളക്കരം കൂട്ടി, വസ്തുക്കരം, വീട്ടുകാരം എല്ലാം കൂട്ടി ജനങ്ങളെ നേരിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. തൊഴിലില്ലായ്മ മാത്രമല്ല, PSC ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. ഇപ്പോൾ 1ാം റാങ്കുകാർ വരെ സമരം നടത്തി, പോലീസുകാർ മുട്ടിലെഴിഞ്ഞുകൊണ്ട് സമരം നടത്തി, വുമൻസ് പോലീസ് സമരം നടത്തി. അപ്പം ഇതെല്ലാവരും പഠിക്കണമെങ്കിലും PSC പഠിക്കുന്നവർക്കല്ല ജോലി കിട്ടുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന പേര് പറഞ്ഞിട്ട് പാർട്ടിക്കാരെ താൽക്കാലിക ജോലിയാണ് എടുക്കുന്നത്. തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഇല്ല, ആളേനെ അഭിനയിച്ച് അരി വാങ്ങിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷ.